യെസ്. എത്ര നേരമായി വിളിക്കുന്നു? എന്താ, എന്തു പറ്റി? ഇത്രയും നേരം ഞാൻ എന്നോട് തന്നെ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെന്തു പറ്റി? ചന്ദ്ര, എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും എന്തിനായിരുന്നു ഇങ്ങനെയെല്ലാം? ഞാൻ എന്നെ മറന്നു, എന്റെ ഭർത്താവിനെ മറന്നു. ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ എന്തിനു ചെയ്തു? ചന്ദ്ര, ജിജോ, ഇനി എന്നെ വിളിക്കരുത്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത്, പ്ലീസ്. എന്താ ഇതിന്റെ അർത്ഥം? പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്ന്. നോ, എനിക്കതിന് കഴിയില്ല. ജിജോ, ജിജോ, പ്ലീസ് ജിജോ, ഗോ. നോ, സാന്ദ്രയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഉണ്ട്. ജിജോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രുതി. ശ്രുതി എങ്ങനെ അറിയാം? അറിയാം. എങ്ങനെ? അതെന്തിനാ അറിയുന്നേ? എനിക്കറിയാം. ജിജോയെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ശ്രുതി എനിക്കും സ്നേഹമാണ്, ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിൽ മാത്രം. പക്ഷെ സാന്ദ്ര അങ്ങനെയല്ല. എന്റെ പാടില്ലേ ജിജോ? സാന്ദ്ര ഒരു ഭാര്യയാണ്. എക്സ്പോർട്ട് ലൈസൻസിന്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും പിന്നാലെ തിരക്ക് പിടിച്ച് ഓടുമ്പോഴും എന്നെ സ്നേഹിക്കാൻ മറക്കാത്ത സത്യനാഥന്റെ ഭാര്യ. നമ്മൾ ചെയ്തതെല്ലാം വഞ്ചനയാ, ശ്രുതിയോടും സത്യനാഥനോടും. So better late than never. So let us part forever. Chandra, please ജിജോ, പോകൂ പ്ലീസ്. എന്റെ കുടുംബം തകർക്കരുത്. ആ പാവം ശ്രുതിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. എന്റെ ഭർത്താവ് ഇതറിഞ്ഞ പിന്നെ പ്ലീസ് പ്ലീസ് ജിജോ, പോകൂ. എണീക്കടാ. എന്റെ മാത്രം. പിന്നെ പറയുമ്പോ നീനമോൾക്ക് സ്കൂൾ അടച്ചു അല്ലേ? ഇനി 2 മാസം സാന്ദ്രമേരെ കൂടെ കുളിക്കായിരുന്നല്ലേ? അതെ. അതെ, ഒരു സ്ട്രോങ് കോഫി എടുക്ക. നീനമോള് വന്നേ. മനോഹര, നീ ഇവിടെ താരാ? അത് പിന്നെ സാർ, അല്ല കെയർ ടേക്കർ എന്നല്ലേ ഡെസിഗ്നേഷൻ? പക്ഷെ നീ വളരെ കെയർലെസ് ആണല്ലോ.
സി വാട്ട് ഇസ് ദിസ്? ഇതെങ്ങനെ പൊട്ടിയ? സർ അത് പിന്നെ അപ്പുറത്തെ പിള്ളേര് ക്രിക്കറ്റ് കളിച്ചപ്പോ പൊട്ടിയതാ. ശരി, ഇന്ന് തന്നെ വേറെ ക്ലാസ് മാറ്റണം. ശരി, സർ. ഇതൊക്കെ റൂമിൽ കൊണ്ട് വെച്ചോ. നൈസ്. ഡൽഹിയിലെ ഷോറൂമിൽ ഡിസ്പ്ലേ മാനിക്വിന്റെ കഴുത്തിൽ കിടക്കുന്നതിനേക്കാളും ഭംഗി ഇപ്പോ മൈ ക്വീൻ സാന്ദ്രയുടെ കഴുത്തിൽ കിടക്കുമ്പോഴാണ്. ഇഷ്ടമായോ? ഓ സോറി, ഞാനാകെ വേർത്തിട്ടുണ്ടല്ലേ. കാറിൽ AC കൊണ്ട കുഴപ്പം, പിന്നെ ലോങ് ഡ്രൈവും. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബൈ ദ വേ, ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു. റെസ്റ്റോറന്റിൽ വെച്ച് ഏതോ ഒരു ചെറുപ്പക്കാരനെ തല്ലി അല്ലേ? ഉവ്വ, കുടിച്ച് ബോധമില്ലാണ്ട് എന്തോ അനാവശ്യം പറഞ്ഞു. ഞാൻ തല്ലി. നന്നായി. ഒഫൻസ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ആ കുട്ടിയതാ സത്യനാഥന്റെ മകൾ. സത്യനാഥന്റെ മോളോ? അപ്പൊ നിന്റെ ആരുമില്ല, പോ. പിന്നെ ആദ്യ ഭാര്യയുടെ മകൾ. ആദ്യ ഭാര്യ? അപ്പൊ നീ ജിജു, പറയാ, അയാൾ നിന്റെ ആരാ? ജിജു, Tell me. please, ജിജു, പോകൂ. No, പറയാൻ. ജിജു, no, please, പൊട്ടിക്കരുത്, please. ജിജു, please. Nothing. ജിജു, അതിന് തരൂ. No, ഇനി അയാൾ ഒന്നും നിനക്ക് വേണ്ട. No, please, please, please give it to me, ജിജു, please. ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ. താഴെ വീണ പിന്നെ ഇതാ കണ്ടില്ലേ? താങ്ക്സ്. ഇത് വെച്ചോളൂ. ഈ താങ്ക്സും കാശും കയ്യിൽ തന്നെ അങ്ങ് വെച്ചോണ്ടാ മതി. അല്ല, എന്റെ വക ഒരു പ്രതിഫലം അല്ലേ? വേണ്ട. ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുക്കാതിരുന്നത് ഈ കാശ് മോഹിച്ചിട്ടല്ല. സാറ് കണ്ടിരുന്നെങ്കിൽ അപ്പം നിങ്ങളെ കൊല്ലുമായിരുന്നു. പിന്നെ അമ്മയില്ലാത്ത നീന മോൾക്ക് ആരും ഇല്ലണ്ടാവും. മേലാൽ ഇത് ആവർത്തിക്കരുത്. പൊയ്ക്കോ. മനുവെങ്കിൽ ഓ, ആരാ പോയാള്? അത് വഴി തെറ്റിയ ഒരാളാ മോളെ. നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടേ അങ്കിൾ? പിന്നെ പോണ്ടേ? വൈകുന്നേരം